Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് യൂനുസിലെ 38-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين. അം യഖൂലൂന, അതോ അവർ പറയുന്നുവോ, ഇഫ്തറാഹു, അദ്ദേഹം അതിനെ കളവായി ചമച്ചുണ്ടാക്കിയതാണെന്ന്, അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുകയാണെന്ന് പറയുകയാണോ? കുൽ, താങ്കൾ അതിന് പറയേണ്ടത് ഫഅ്തു ബി സൂറത്തിൻ മിസ്ലി, അതുപോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. വദ്ഉ, നിങ്ങൾ വിളിക്കുക, മനിസ്തത്വഅ്തും, നിങ്ങൾക്ക് കഴിയുന്നവരെയൊക്കെ, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, നിങ്ങളുടെ നിലപാടിൽ സത്യസന്ധതയുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് കഴിയുന്ന ആരെയും വിളിക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഖുർആനിലെ അധ്യായം പോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ രചിച്ചു കൊണ്ടുവരിക. ഒന്നുകൂടെ അർത്ഥം പറയാം. അം, അതോ എന്ന് വെച്ചാൽ ഈ ഖുർആനെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മറുപടി നൽകി. ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ മാത്രമുള്ള മറുപടി അല്ലാഹു നൽകി. എന്നിട്ടും അതോ നിങ്ങൾ പറയുന്നത്, യഖൂലൂന, അവർ പറയുന്നതാണോ, ഇഫ്തറാഹു, അദ്ദേഹം അതിനെ ചമച്ചതാണെന്ന്, കൃത്രിമമായി സ്വയം രചിച്ചതാണെന്ന് പറയുകയാണോ? അവരോട് അങ്ങ് പറയണം ഫഅ്തു ബി സൂറത്തിൻ മിസ്ലി, അതുപോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക എന്ന്. വദ്ഉ, നിങ്ങൾ വിളിക്കുകയും ചെയ്യുക, മനിസ്തത്വഅ്തും, നിങ്ങളുടെ കഴിവിൽപ്പെട്ടവരെ, നിങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ടവരെ, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചു അവരുടെ ഖുർആനെ സംബന്ധിച്ചുള്ള പല ആരോപണങ്ങളും അള്ളാഹു അതിന് പറഞ്ഞ മറുപടിയുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെയും അവർ പറയുന്നത് ഇത് മുഹമ്മദ് രചിച്ച് ഇതിൻ്റെ കർത്തൃത്വം അള്ളാഹുവിൽ ആരോപിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ വാദമെങ്കിൽ, അഥവാ മനുഷ്യരചനയാണ്, മുഹമ്മദ് നബിയുടെ രചനയാണ്, അതാണല്ലോ അവസാനമായിട്ട് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര സാഹിത്യകാരന്മാരുണ്ട്, വലിയ തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരുണ്ട്, കവികളുണ്ട്, പ്രഭാഷകരുണ്ട്, എഴുത്തുകാരുണ്ട്. ഒരു ശ്രമം നടത്തി നോക്കിക്കൂടെ? ഇതിനേക്കാൾ ഉത്തമമായ ഒന്ന് നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ അപ്പോൾ ജനങ്ങൾ അതിൻ്റെ കൂടെ കൂടിക്കൊള്ളുമല്ലോ. അതൊരു ശ്രമം നടത്തി. ഇത് നമ്മൾ അൽ-ബഖറയിൽ പഠിച്ചിട്ടുണ്ട്, സൂറത്ത് ഹൂദിൽ ഇനി വരുന്നുണ്ട്, അതേപോലെ തന്നെ സൂറത്ത് ഇസ്രായിൽ ഒരു അധ്യായം, ഒരു സൂക്തമെങ്കിലും ഒരു ഖുർആൻ, ഇതുപോലൊരു ഖുർആൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. ആരോപിക്കാൻ എളുപ്പമുണ്ട്, മുഹമ്മദ് നബി രചിച്ചതാണ്. അദ്ദേഹം പല ഭാഗത്തേക്കും യാത്ര പോയിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ പല കഥകളും ചരിത്രങ്ങളും കവിതകളും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇത് നമ്മളെ മുമ്പിൽ വിളമ്പിയിട്ട് ഇത് അള്ളാഹു തനിക്ക് വഹയായി നൽകുന്നതാണെന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക. ഇതാണല്ലോ അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്. വലിയ കച്ചവടക്കാരുണ്ട്, കച്ചവടക്കാരിൽ വലിയ കവികളുണ്ട്, സാഹിത്യകാരന്മാരും വലിയ പ്രഭാഷകരുമുണ്ട്. ലോകത്ത് ഇന്നും
ഏറ്റവും അധികം സാഹിത്യമായി ഇന്ന് അന്ന് രചിച്ചതിൽ മുഅല്ലഖാത്ത് സബ്ഉ 7 കവിതാ സമാഹാരങ്ങൾ മുഅല്ലഖാത്ത് തന്നെ കെട്ടിത്തൂക്കപ്പെട്ടതാണ്. കഅബയിൽ കെട്ടിത്തൂക്കുമായിരുന്നു അവർ. എന്തിനാണ്? അതിൻ്റെ സാഹിത്യത്തിൻ്റെ ഭംഗി. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരല്ലേ നിങ്ങളൊരു ശ്രമം നടത്ത് നിങ്ങൾക്കും ആവാലോ. അതാണ് അള്ളാഹുവിൻ്റെ വെല്ലുവിളി. ഇത് സൂറത്ത് അൽ ബഖറയിൽ നമ്മൾ പഠിച്ചു, സൂറത്ത് ഹൂദിൽ ഒരിക്കൽ കൂടെ വരുന്നുണ്ട്, സൂറത്ത് ഇസ്രായിലും പറയുന്നുണ്ട്. സംഗതി നമുക്കറിയാം. പക്ഷേ ചില വിദ്വാൻമാരൊക്കെ ഒരു ശ്രമം നടത്തി, ചിലക്ക് ചെറിയ ശ്രമമൊക്കെ നടത്തി നോക്കും. ചെറിയ സൂറക്കനുസരിച്ച് വൽ അസ്ർ എന്നുള്ള സൂറക്കനുസരിച്ച് വൽ അസ്ർ എന്നൊക്കെ പറഞ്ഞാൽ അതിലെ ആശയത്തിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ആശയത്തിൻ്റെ വൈപുല്യം പറഞ്ഞാൽ തീരൂല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഒരിക്കൽ പറഞ്ഞത്, ഖുർആനിൽ സൂറത്തുൽ അസ്ർ മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക, വേറെ ഒരു സൂറയില്ല, ഒരായത്തുമില്ല. എന്നാൽ അത് മതി മനുഷ്യനെ സന്മാർഗിയാക്കാൻ അത് മതി. അതിൻ്റെ അത്രയും അർത്ഥപുഷ്ടിയുണ്ട് എന്നാ. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ ഇല്ലല്ലദീന ആമനൂ വഅമിലു. ഈമാനും ഇസ്ലാമും അതിൽ വന്നു. ഈമാൻ വേണം, അമിലു സ്വാലിഹാത്ത് ഇസ്ലാമും വേണം. അല്ലെങ്കിൽ മനുഷ്യൻ നഷ്ടപ്പെട്ടവനാണ്. ദുനിയാവിലും നഷ്ടം, ആഖിറത്തിലും നഷ്ടം. അതിന് ചരിത്രം കാലം സാക്ഷിയാണെന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രം സാക്ഷിയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചവർ നഷ്ടത്തിലും നശിച്ചവരിലും പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത് പറഞ്ഞത്. മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ പലരും മുമ്പ് കാലത്ത് സഹാബിമാരൊക്കെ ഒരു സംഘം ചേർന്ന് പിരിഞ്ഞു പോകുമ്പോൾ സൂറത്തുൽ അസ്ർ പരസ്പരം ഓതി കേൾപ്പിക്കുമായിരുന്നു. അത്ര അതൊരു വസിയ്യത്താണ്. ഇന്നും ചില സംഘങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊരു വസിയ്യത്താണ്. നാം ഈമാനും അമിലു സ്വാലിഹാത്തും നഷ്ടപ്പെടുത്തിയാൽ നഷ്ടകാരികളിൽ, പരാജയപ്പെട്ടവരിൽ പെടും എന്നൊരാശയം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇവ കണ്ടോ? ഇങ്ങനെയുള്ള അത്ഭുതകരമായ സൂറകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാനും നബിയാണെന്ന് പറഞ്ഞ ആളാണ്. എനിക്കും വഹയി കിട്ടുന്നുണ്ട്, മുഹമ്മദ് നബിക്കും വഹയി കിട്ടുന്നുണ്ട്. മുഹമ്മദ് നബിൻ്റെ അടുക്കൽ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞേ, നമ്മൾ ഉപാധിയാക്കിയാലോ, ഏത് അധികാരവും സ്വാധീനവും പകുതി എനിക്കും പകുതി ഇങ്ങൾക്കും, എന്നിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ മുസൈലിമത്തുൽ കദ്ദാബ് അദ്ദേഹമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഖുർആൻ പഠിച്ച 80ഓളം സഹാബികൾ രക്തസാക്ഷിയായി. ഇനി ഖുർആൻ ക്രോഡീകരിക്കാൻ ഞാൻ പറ്റൂല എന്ന് സയ്യിദ് ബിൻ സാബിത്ത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് മുസൈലിമത്തുൽ കദ്ദാബുമായിട്ടുള്ള അവർ ഏറ്റുമുട്ടല അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത്. അപ്പോൾ ഈ മുസൈലിമത്തുൽ കദ്ദാബ് അംർ ബിൻ അലി, അദ്ദേഹം അംർ ബിൻ അലി അന്ന് മുസ്ലിം ആയിട്ടില്ല. അപ്പോൾ അംർ ബിൻ അലിയും ഈ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കളവ് പറയുന്നവനാണ്. മുസൈലിമ എന്നയാണ് മുസൈലിമത്തുൽ കദ്ദാബ്. അവർ തമ്മിലൊരു സംഭാഷണം ഉണ്ടാവുകയാണ്. അപ്പോൾ അംർ മുസൈലിമനെ കണ്ടു, വൽ അസ്ർ ഓതി കേൾപ്പിച്ചു, സൂറത്തുൽ അസ്ർ. ഇത് മുഹമ്മദ് ഇപ്പോൾ രണ്ടുപേരും ഇസ്ലാമല്ല, ഒരാൾ ഇസ്ലാമല്ലെന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയുമാണ് മുസൈലിമ. അപ്പോൾ ഓതി കേൾപ്പിച്ചപ്പോൾ മുസൈലിമ പറഞ്ഞു, മുസൈലിമ നബിയാന്ന് പറഞ്ഞ ആളാ, ഇതുപോലെ എനിക്കൊക്കെ കഴിയും, എനിക്കും കഴിയും. എന്നിട്ട് മൂപ്പര് 2-3 ആയത്തോടെ ഓതി, മൂപ്പര വകയായിട്ട്. അതെന്താണ്? യാ വബുറു ഇന്നമാ അൻത ഉദ്നാനി വസ്വദുർ വസായിറുക ഹഫറു നഖർ. ഇങ്ങനെ എന്താണിത്? വബുർ പറഞ്ഞൊരു ജീവി അപേക്ഷിച്ച് അതിൻ്റെ മാതിരിയുള്ള അതിനെ പറ്റിയാണ് ഓതിയത്. ഓ വബുറേ എനിക്ക് 2 ചെവിയുണ്ട്, ഒരു ഉടലും ഉണ്ട്, ബാക്കിയൊക്കെ ചാട്ടവും കളിയൊക്കെ. എങ്ങനെയുണ്ട് ആയത്ത് വെച്ചു? എങ്ങനെയുണ്ട് എൻ്റെ ആയത്ത്? വല്ല സ്വരിക്ക് പകരം ഓതിയതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ആയത്ത് വെച്ചു? അപ്പം അമ്ര ഉള്ളിൽ ചിരി ഒതുക്കിക്കാണ്ട് പറഞ്ഞാൽ എനിക്കറിയാലോ, ഇജ്ജ് നുണ പറയുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കണമെന്നുള്ള കാര്യം എനിക്കറിയാലോ, ഇജ്ജ് കളവാണ് പറയുന്നത്, അല്ലാതെ ഇത് വഹയൊന്നും അല്ല എന്നുള്ള കാര്യം എനിക്കറിയുന്നുള്ളത് ഇപ്പം എനിക്കും അറിയാലോ. അവിടെ അവസാനിച്ചു. അത് കൂടുതലൊന്നും പറയണ്ട, ഈ കളവുണ്ടാക്കി പറയുക എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുണ്ട്, അതിപ്പോൾ എനിക്ക് മനസ്സിലാക്കുമല്ലോ. ഇങ്ങനെ ചില വിദ്വാൻമാരൊക്കെ ചില വചനങ്ങൾ ചമച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് കേട്ട ഭാഷയറിയുന്ന, ഖുർആനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള, എന്നാൽ ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ലാത്തവർ അതിനെ ആദ്യ ശ്രവണ മാത്രയിൽ ആദ്യം കേൾക്കുന്നതോട് കൂടി തന്നെ തള്ളിക്കളഞ്ഞു. ഇതും ഖുർആനായിട്ട് ഒരു സാമ്യമല്ല.
അങ്ങനെ ചില ശ്രമങ്ങളൊക്കെ അവർ നടത്തി. അപ്പോൾ ഖുർആൻ്റെ ഈ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. അതിൽ വാക്കുകളുണ്ടായാൽ പോരാ, അതിൽ ആശയങ്ങളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിയമങ്ങളുണ്ടായിരിക്കണം. ഇങ്ങനെ ദൈവികമായി അവതരിപ്പിക്കപ്പെട്ടു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്നത് ദൈവികം തന്നെ. അതിനെ വെല്ലുവിളിക്കാൻ നിങ്ങളാൽ സാധ്യമല്ല. അത് കളവാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾക്കുമാവാം. അറബി ഭാഷ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. അതാണ് ആശയം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. അം യഖൂലൂന ഇഫ്തറാഹു, അദ്ദേഹം അത് ഇഫ്തരി പറഞ്ഞാൽ ചമച്ചുണ്ടാക്കുക, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് അള്ളാഹിൻ്റെ പേരിൽ ആരോപിക്കുക എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കൃത്രിമമായി സ്വയം രചിച്ചുണ്ടാക്കി അള്ളാഹുവിൻ്റേതാണെന്ന് അദ്ദേഹം വാദിക്കുന്നു എന്നതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലി, നിങ്ങൾക്കും ഇതുപോലെയുള്ള അധ്യായം കൊണ്ടുവന്നുകൂടെ? ഒന്ന് നോക്കൂ. വദ്ഉ ഉദ്ഉ, നിങ്ങൾ വിളിക്കുക. ഉദ്ഉ, നിങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിക്കൊള്ളുക. മൻ ഇസ്തതഅ്തും, നിങ്ങൾക്ക് കഴിവുള്ളവരൊക്കെ. ആരൊക്കെ നിങ്ങൾ വിളിച്ചാൽ വരും? അതിൽ മലക്കുകളെ വിളിച്ചോളി, ജിന്നുകളെ വിളിച്ചോളി, ശൈത്താന്മാരെ വിളിച്ചോളി, സാഹിത്യകാരന്മാരെ വിളിച്ചോളി, മറ്റു കവികൾ, പ്രഭാഷകർ, ഇവരൊക്കെ ആവാമല്ലോ. ഇവരൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ശ്രമം നടത്തും. മിൻദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ. അള്ളാഹുവിനെ നിങ്ങളെ കൂട്ടണ്ട. കാരണം അള്ളാഹുവിൻ്റെതാണ് അത് മുഹമ്മദ് നബി പറയുന്നതാണ്. നിങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ കൊണ്ട് ഒറ്റക്കും വേണ്ട, കൂട്ടായി നടത്തി നോക്കൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ നിലപാട് സത്യമാണെങ്കിൽ, അതാണ് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. എങ്ങനെ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.